ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 50 ഗ്രാം പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി നമുക്കൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. 2 തവണ കൈവച്ച് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളമൊഴിച്ച് 2 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, ഒരു 8 പച്ചമുളക് നടുകീറിയത്, 2 വെളുത്തുള്ളി ചതച്ചതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. 4 വിസിലിന് ശേഷം വെന്ത് വന്ന നമ്മുടെ പരിപ്പ് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് താളിക്കാം. ഒരു കടായി എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുവന്നുള്ളി ഒരു 4 എണ്ണം ചെറുതായി കട്ട് ചെയ്തതും, വെളുത്തുള്ളി 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് അത് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇതിലേക്ക് 2 ഉണക്കമുളകും ചേർത്ത് നമുക്കിത് താളിക്കാം. താളിപ്പിൻ്റെ മീതേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊന്ന് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പരിപ്പ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഓക്കേ, ബൈ ബൈ.